സംസ്ഥാനത്ത് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. 15 പേരിൽ നിന്ന് 1,46,375 രൂപ റെയ്ഡിൽ പിടിച്ചെടുത്തു. നിർഭൻ ചേരുകയാണ്. നിർഭൻ, എന്തൊക്കെയാണ് റെയ്ഡിന്റെ വിവരങ്ങൾ? ഷമ്മി, ഇന്നലെ രാത്രി വൈകിട്ട് 4 മണിയോടുകൂടി ആരംഭിച്ച റെയ്ഡ് സംസ്ഥാനത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥർ സബ് രജിസ്റ്റർ ഓഫീസുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സബ് രജിസ്റ്റർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിലാണ് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഒപ്പം തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ വന്നെത്തിയ ആധാരം എഴുത്തുകാരിൽ നിന്നും ഏജൻറ്റുമാരിൽ നിന്നുമാണ് കൈക്കൂലി പണം കണ്ടെത്തിയത്. ഗൂഗിൾ പേ വഴി പോലും ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഓഫീസിനകത്തുള്ള രജിസ്റ്റർ റെക്കോർഡ് ബുക്കിനകത്തടക്കം പണം സൂക്ഷിച്ചതായി വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ഒരേ സമയം തന്നെ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് വ്യാപകമായി ക്രമക്കേട് കണ്ടെത്തിയത്. നേരത്തെ തന്നെ ഈ സ്ഥലം രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ്റെ വസ്തുവിൻ്റെ വില കുറച്ച് കാണിച്ചാണ് ഇത്തരത്തിൽ കൈക്കൂലി പിരിച്ചെടുത്തത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നത് ആധാരം എഴുത്തുകാരാണ് ഉദ്യോഗസ്ഥരുടെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വ്യാപകമായി പണപ്പിരിവ് നടത്തിയതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തു നിന്നും ഉള്ള പരിശോധനയിൽ വിശദാംശങ്ങളിൽ പറയുന്നത് ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകാനായി 15 ഏജന്റുമാരിൽ നിന്ന് 1,46,375 രൂപ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. 7 സബ് രജിസ്റ്റർ ഓഫീസുകളുടെ റെക്കോർഡ് റൂമുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കാണപ്പെട്ട കൈക്കൂലി പണമായി 37,850 രൂപ കണ്ടെത്തി. 4 ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് 15,190 രൂപയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിവിധ സബ് രജിസ്റ്റർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ വിവിധ ആധാരം എഴുത്തുകാരുടെ ആകെത്തുകയായി 9,65,905 രൂപ ആകെ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലുമുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും സബ് രജിസ്റ്റർ ഓഫീസുകളിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തിയത്. ഭൂമിയുടെ ലാൻഡ് വാല്യൂ നിശ്ചയിക്കാത്ത ഭൂമിയുണ്ട്. ആ ഭൂമിയെ സംബന്ധിച്ച് വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ക്രമക്കേടെന്ന് പറയുന്നത്. ഇത് ആധാരം എഴുത്തുകാർ എഴുത്തുകൂലിക്ക് പുറമെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ വേണ്ടി പണവും സ്വീകരിക്കുന്നുണ്ട് എന്ന വിവരം ചില ആൾക്കാർ വിജിലൻസിന് വിവരം നൽകുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിജിലൻസ് എല്ലാ സബ് രജിസ്റ്റർ ഓഫീസുകളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് പ്ലാൻ ചെയ്തത്. അങ്ങനെയായിരുന്നു ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം മിന്നൽ പരിശോധന ആരംഭിച്ചത്. ആ മിന്നൽ പരിശോധനയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്ര അധികം രൂപ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആധാരം എഴുത്തുകാരുടെ കയ്യിൽ നിന്നും വിജിലൻസ് സംഘം പിടികൂടിയത്. ഒപ്പം തന്നെ വിജിലൻസ് ഇനിയും ഇത്തരത്തിലുള്ള പരിശോധന തുടരും. പരാതികൾ വീണ്ടും ലഭിക്കുന്നുണ്ട് എന്നാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം അറിയിച്ചിട്ടുള്ളത്. ഷമ്മി, സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്, കൈക്കൂലിപ്പണം പിടിച്ചെടുത്തു. നിർഭനാണ് വിവരങ്ങൾ നൽകിയത്.